ഈ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഇമ്പോർട്ടന്റ് പീഡിയാട്രിക് പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഹോമിയോ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസിന് അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പലരും ചോദിക്കുകയുണ്ടായി, അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും കൂടെ ഉൾപ്പെടുത്തുമെന്ന് ചോദിച്ചു. അപ്പൊ ശരി, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ്, ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ്, കുറച്ച് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ബേസിക് ഇനി നമ്മൾ അധികം ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവർക്ക് ഈ ഒരു മെറ്റീരിയൽസ് വേണമെങ്കിൽ, ഇപ്പൊ ഒരു 3 വീഡിയോയുടെ 4 വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. ഇത് 5ാമത്തെ വീഡിയോ ആണ്. 4 വീഡിയോയുടെ മെറ്റീരിയലും ഇനി വരുന്ന 22 വീഡിയോയുടെ മെറ്റീരിയൽസും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എന്റെ വാട്സപ്പിൽ ഒന്ന് ബന്ധപ്പെടുക. പീഡിയാട്രിക് നഴ്സിംഗ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് 5th വീഡിയോ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എ മദർ ബ്രിങ്സ് ഹെർ 2 weeks old infant to a clinic for a phenylketonuria re-screening blood test. The test indicates serum phenylalanine level of 1 milligram per deciliter. The nurse reviews this result and make this with interpretation. Options: it is positive, it is negative, it is inconclusive, rescreening needed at 6 months of age. അപ്പോൾ ഒരു അമ്മ 2 ആഴ്ചയുള്ള കുട്ടിയെ ക്ലിനിക്കിലേക്ക് കൊണ്ടുവന്നു, ഫിനൽ കീറ്റോനൂറിയ ടെസ്റ്റ് നടത്തി. അപ്പൊ ടെസ്റ്റിന്റെ നോർമൽ വാല്യൂ നമ്മൾ അറിയണം, എന്നാൽ മാത്രമേ ഇതിന്റെ ആൻസർ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ദ ടെസ്റ്റ് ഇൻഡിക്കേറ്റ് സിറം ഫിനൈലലനിൻ 1 milligram per deciliter ആണ്. അപ്പൊ അത് ഫിനൽ കീറ്റോനൂറിയ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കറക്റ്റ് ആൻസർ നെഗറ്റീവ്, ഇറ്റ് ഈസ് നെഗറ്റീവ് ആണ്. അപ്പൊ ഫിനൽ കീറ്റോനൂറിയ അവിടെ ഇല്ല. ഫിനൽ കീറ്റോനൂറിയ is an inborn error of metabolism. Inborn error of metabolism. Toxic level of amino acid phenylalanine in blood cause, അതായത് ഫിനൈലലനിന്റെ അളവ് നമ്മുടെ ബ്ലഡിൽ വല്ലാണ്ട് കൂടുമ്പോൾ, ടോക്സിക് ലെവലിലേക്ക് എത്തുമ്പോഴാണ് ഫിനൈൽ കീറ്റോനൂറിയ ഉണ്ടാകുന്നത്. സോ ദാറ്റ് മേ കോസ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, സീഷേഴ്സ്, ബിഹേവിയറൽ പ്രോബ്ലം ആൻഡ് മെന്റൽ ഡിസോർഡേഴ്സ്. അപ്പൊ MR മെന്റൽ റിട്ടാർഡേഷൻ ഉള്ള കുഞ്ഞുങ്ങളെ പോലെയാണ് ഇങ്ങനെയുള്ളവരും ഉണ്ടാകുന്നത്. ബ്ലഡ് ഫിനൈലലനിൻ ലെവൽ നോർമൽ 0 to 2 milligram per deciliter ആണ്. അപ്പൊ ഇവിടെ എത്രയാണ്? 1 ആണ്. അപ്പൊ അത് നോർമൽ ലെവലിൽ തന്നെയാണ്. മോർ ദാൻ 20 milligram ഒക്കെ ആകുമ്പോഴാണ് ടോക്സിക് ആകുന്നത്. ഒരു ജനറ്റിക് ഡിസോർഡർ ആണ്. മോർ ദാൻ 20 ഒക്കെ ആകുമ്പോഴാണ് അത് ടോക്സിക് ആകുന്നത്. അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ട്രീറ്റ്മെന്റ് ആയിട്ട് മെയിൻ ആയിട്ട് ഈ ഒരു കുഞ്ഞുങ്ങൾക്ക് റെസ്ട്രിക്റ്റ് ഫിനൈലലനിൻ ഇൻടേക്ക്. അപ്പൊ ആ ഒരു ഫിനൈലലനിനുള്ള ആഹാര പദാർത്ഥങ്ങളെ റെസ്ട്രിക്ട് ചെയ്യുക, അതാണ് മെയിൻ ഇതിന്റെ ട്രീറ്റ്മെന്റ്. അങ്ങനെ ക്വസ്റ്റ്യൻ വരാം. അപ്പം ഫിനൈലലനിലുള്ള ഫുഡ് ഏതൊക്കെയാണ്? ഹൈ പ്രോട്ടീൻ ഫുഡ്സ്, മീറ്റ്, ഡയറി പ്രൊഡക്ട്സ്, മീറ്റ്, റെഡ് മീറ്റ്, അതുപോലെ ഡയറി പ്രൊഡക്ട്സ്. അപ്പൊ അതൊക്കെ ഫിനൈലലനിൻ കണ്ടന്റ് കൂടുതലുള്ളതാണ്. ക്വസ്റ്റ്യൻ അങ്ങനെയും വരാൻ കേട്ടോ. അപ്പൊ ഏത് ഫുഡാണ് അവോയ്ഡ് ചെയ്യേണ്ടത് വിത്ത് ഫിനൈൽ കീറ്റോനൂറിയ പേഷ്യന്റ്, ലൈക്ക് N+R മോഡൽ ക്വസ്റ്റ്യൻസ് അങ്ങനെ വരാം. ഏത് ഫുഡാണ് അവോയ്ഡ് ചെയ്യേണ്ടത്? അപ്പൊ ഓപ്ഷനിൽ മീറ്റ് കാണും, എഗ് കാണും, അതുപോലെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കാണും, വേറെ എന്തെങ്കിലും കാണും. അപ്പൊ അത് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് മീറ്റ് അല്ലെങ്കിൽ ഡയറി പ്രൊഡക്ട്സ് ആണ്, ചോക്ലേറ്റ് പോലെയുള്ള ഐറ്റംസ്. ഫോളോ അപ്പ് ട്രീറ്റ്മെന്റ് വേണം, അതും ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഡ്രഗ് ഓഫ് ചോയ്സ് ഓഫ് ഫിനൈൽ കീറ്റോനൂറിയ എന്താണെന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ സാപ്രോപ്റ്ററിൻ, അത് കുവാൻ എന്നും പറയുന്ന ഒരു ബ്രാൻഡ് നെയിമിൽ അറിയപ്പെടുന്നതാണ്. സാപ്രോപ്റ്ററിൻ എന്നുള്ള ഡ്രഗ് കൊടുക്കാറുണ്ട് ഫിനൈൽ കീറ്റോനൂറിയ. സോ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ കാണാമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ആ ആൻസർ മറച്ചു വെക്കുകയാണ്. ഇനി അങ്ങനെയാണ് ഇനി മുതലുള്ള ആൻസർ കാണാത്ത രീതിയിൽ നിങ്ങൾക്കൊന്ന് ചിന്തിക്കാനുള്ള ഒരു സമയം തരുന്നുണ്ട്. ദ ബെസ്റ്റ് ക്രൈറ്റീരിയൻ ഫോർ ആഡിക്വേറ്റ് വെന്റിലേഷൻ ഇൻ നിയോനാറ്റൽ റെസിസിറ്റേഷൻ ഈസ് ഇംപ്രൂവ്മെന്റ് ഇൻ, നമ്മുടെ ഹോമിയോ ക്വസ്റ്റ്യൻ ആണ്. ദ ബെസ്റ്റ് ക്രൈറ്റീരിയൻ ഫോർ ആഡിക്വേറ്റ് വെന്റിലേഷൻ ഇൻ നിയോനാറ്റൽ റെസിസിറ്റേഷൻ ഇൻ ഇംപ്രൂവ്മെന്റ് ഇൻ ഓപ്ഷൻ ബ്ലഡ് പ്രഷർ, റെസ്പിറേറ്ററി റേറ്റ്, ഹാർട്ട് റേറ്റ്, ടെമ്പറേച്ചർ. വെന്റിലേഷൻ ആഡിക്വേറ്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ റെസിസിറ്റേഷൻ കഴിഞ്ഞു, CPR ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇംപ്രൂവ്മെന്റ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കുന്നത് കുഞ്ഞുങ്ങളിൽ ഏതാണ്, നിയോനാറ്റിൽ ഏതാണെന്ന് ചോദിക്കുന്നത്. കറക്റ്റ് ആൻസർ ഹാർട്ട് റേറ്റ് ആണ്. നമ്മൾ അതിന്റെ റെസിസ്റ്റേഷൻ മെച്ചപ്പെട്ടോ, ഹാർട്ട് റേറ്റ് കൂടിയോ എന്നൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. സോ ഇവിടെ ആൻസർ ഹാർട്ട് റേറ്റ് ആണ്. നിയോനാറ്റൽ റെസിസ്റ്റേഷൻ, റൈസിംഗ് ഹാർട്ട് റേറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇൻഡിക്കേറ്റർ ഓഫ് സക്സസ്ഫുൾ പോസിറ്റീവ് പ്രഷർ വെന്റിലേഷൻ. അതായത് ഹാർട്ട് റേറ്റ് കൂടും, ഹാർട്ട് റേറ്റിൽ 60-70യുടെ മുകളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നോർമലായി വരുന്നു എന്നാണ് നിയോനേറ്റിന്റെ കാര്യത്തിൽ. പോസിറ്റീവ് പ്രഷർ വെന്റിലേഷനിൽ നമ്മളത് സക്സസ്ഫുൾ ആണെന്ന് മനസ്സിലാക്കാം. ഷുഡ് ഒബ്സർവ് ഫോർ ബൈലാറ്ററൽ ചെസ്റ്റ് മൂവ്മെന്റ്, 2 സൈഡിലുള്ള ചെസ്റ്റ് മൂവ്മെന്റ് നമ്മൾ നിരീക്ഷിക്കണം. ആൻഡ് ഓസ്കൽറ്റേറ്റ് ഫോർ ബൈലാറ്ററൽ എയർ എൻട്രി, നമ്മൾ സ്റ്റെത്ത് വെച്ച് നോക്കണം എയർ എൻട്രി കറക്റ്റ് ആണോ. ന്യൂബോൺ 0 to 1 month old, normal
ബീറ്റ് പൾസ് റേറ്റ് ഹാർട്ട് റേറ്റ് എത്രയാണ് 70 to 190 ആണ്. 70 to 190 ഹാർട്ട് ബീറ്റ്സ്. ടക്കിപ്നിയ is the most common presentation in newborns with respiratory distress. ടക്കിപ്നിയ ഉണ്ടാവും. A normal respiratory rate നോർമൽ എത്രയാണ് 40 to 60 ആണ്. 40 to 60 ഹാർട്ട് റേറ്റ് അല്ലെങ്കിൽ പൾസ് റേറ്റ് 70 to 90 ആണ്. 40 to 60 റെസ്പിറേഷൻ പെർ മിനിറ്റ് വേണം. അതർ സൈൻസ് മേ ഇൻക്ലൂഡ് nasal flaring, grunting, intercostal or subcostal retractions and cyanosis. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ഓക്സിജൻ സപ്ലൈ ബ്ലഡിൽ കറക്റ്റ് ആയിട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഗ്രണ്ടിങ്, ഇന്റർകോസ്റ്റൽ, സബ്കോസ്റ്റൽ റിട്രാക്ഷൻസ്, കുഴിഞ്ഞു പോകും, ഇങ്ങനെ ചെസ്റ്റ് ഉള്ളിലോട്ട് കുഴിഞ്ഞു പോകില്ലേ, അതാണ് റിട്രാക്ഷൻ. സൈനോസിസ്, ബ്ലൂനെസ് ഉണ്ടാവും. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് pathognomonic radiographic feature of necrotizing enterocolitis in newborn babies. Options: string sign, pneumotonis intestinalis, air bronchogram, air under diaphragm. So വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാത്തോജനിക് ഫീച്ചർ, അസുഖം ഉണ്ടാക്കുന്ന രീതിയിലുള്ള, അസുഖത്തിനെ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്ന രീതിയിലുള്ള റേഡിയോഗ്രാഫിക് ഫീച്ചർ, അതായത് എക്സ്റേയിലുള്ള ഒരു ഫീച്ചർ നെക്രോട്ടൈസിങ് എൻട്രൈറ്റിസ് ന്യൂബോൺ ബേബീസിൽ കാണുന്നത് ഏതാണ്, ഏതിനു വേണ്ടിയാണ്? ഓപ്ഷൻ സ്ട്രിങ് സൈൻ, ന്യൂമോടോസിസ് ഇൻഡസ്റ്റിനാലിസ്. കറക്റ്റ് ആൻസർ ന്യൂമോടോസിസ് ഇൻഡസ്റ്റിനാലിസ് ആണ്. സോ ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാത്തോഗ്നോമോണിക് റേഡിയോഗ്രാഫിക് ഫീച്ചർ ഓഫ് നെക്രോട്ടൈസിങ് എൻട്രോക്ലൈറ്റിസ് ന്യൂബോൺ ബേബിയിലുള്ളത്. അപ്പോൾ ന്യൂമോടോണിസ് ഇൻഡസ്റ്റിനാലിസ്, pneumatosis intestinalis refers to the presence of gas within the wall of small or large intestine. It is a radiographic findings and not a diagnosis. Radiographic findings ആണ് ആ ഒരു pneumatosis intestinalis. അപ്പൊ അതും റിലേറ്റഡ് ചെയ്ത് പഠിക്കണം നെക്രോട്ടൈസിങ് എൻട്രോക്ലൈറ്റിസുമായിട്ട്. Necrotizing enterocolitis is a serious gastrointestinal problem that mostly affects premature babies. A hole or perforation may form in your baby's intestine. ഒരു perforation വരും. It is due to heavy growth of bacteria in that area. ഒരു ബാക്ടീരിയയിലുള്ള കൂടുതൽ അവിടെ വളരുന്നതുകൊണ്ട്, അല്ലെങ്കിൽ too little oxygen or blood flow to the intestine at birth. ആ സമയം ആഫ്റ്റർ ബർത്ത് ഇൻഡസ്റ്റൈനിലേക്കുള്ള ബ്ലഡ് ഫ്ലോ, ഓക്സിജൻ സപ്ലൈ കുറയുന്നത് കൊണ്ടും ആ ഭാഗത്ത് ഹെവി ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ ഉള്ളത് കൊണ്ടും നമുക്ക് ഈ ന്യൂമോടോസിസ് ഇൻഡസ്റ്റിനാലിസ് സംഭവിക്കാം. അത് സംഭവിക്കുന്നത് എന്താണ്? പ്രസൻസ് ഓഫ് ഗ്യാസ് വന്ന് നിറയുകയാണ്. സ്മോൾ ഇൻഡസ്ട്രിയിലോ ലാർജ് ഇൻഡസ്ട്രിയിലോ ഗ്യാസ് വന്ന് നിറയുകയാണ്. സ്ട്രിങ് സൈൻ is a term often applied to the appearance of any marked narrowing of the lumen. ഇപ്പൊ ല്യൂമൻ എന്ന് പറയുന്നത് ബ്ലഡ് വെസൽസ് ആകാം, ആർട്ടറി ആകാം. അപ്പൊ സ്ട്രിങ് സൈൻ എന്ന് പറയുന്നത് എന്താണ്? മാർക്ക്ഡ്, ആ ഒരു നാരോവിങ്, ആർട്ടറി നാരോ ആകുന്നത്, ബ്ലഡ് വെസൽസ് നാരോ ആകുന്നതിന് നമുക്ക് സ്ട്രിങ് സൈൻ എന്ന് പറയാം. ഫോർത്ത് ക്വസ്റ്റ്യൻ, the clinical criteria for diagnosis in infective endocarditis in children is options: Jones criteria, Duke's criteria, Bell's criteria, and Arbor criteria. The clinical criteria for diagnosis in infective endocarditis in children. Correct answer: Duke's criteria. Duke's criteria is the clinical criteria for diagnosis of infective endocarditis. So inflammation of the endocardium. അപ്പൊ ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ് ആണോ നമുക്ക് അറിയാൻ വേണ്ടി ഡുക്സ് ക്രൈറ്റീരിയ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡുക്സ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡുക്സ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് ബ്ലഡ് ക്ലച്ചേഴ്സ് ഫോർ ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ്. പോസിറ്റീവ് ബ്ലഡ് കൾച്ചർ വരികയാണ്. പെർസിസ്റ്റന്റ്ലി പോസിറ്റീവ് ബ്ലഡ് കൾച്ചേഴ്സ്, 2 ബ്ലഡ് കൾച്ചർ ഡ്രോൺ 12 hours അപ്പാർട്ട്. 2 ബ്ലഡ് കൾച്ചർ 12 മണിക്കൂർ വിട്ട് 2 ബ്ലഡ് കൾച്ചർ എടുക്കുക, അത് പോസിറ്റീവ് ആകുക. അല്ലെങ്കിൽ 3 or most of 4 or more separate blood cultures പോസിറ്റീവ് ആകുക. 3 or 4 ബ്ലഡ് കൾച്ചർ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ് ഡുക്സ് ക്രൈറ്റീരിയയിൽ പോസിറ്റീവ് ആണെന്ന് പറയാം. ദ ജോൺസ് ക്രൈറ്റീരിയ ആർ യൂസ്ഡ് ടു ഡയഗ്നോസ് റുമാറ്റിക് ഫീവർ. റുമാറ്റിക് ഫീവർ ഡയഗ്നോസ് ചെയ്യുന്ന ക്രൈറ്റീരിയ ആണ് ജോൺസ് ക്രൈറ്റീരിയ. അതിനകത്ത് മൈനറും ഉണ്ട്, മേജർ ക്രൈറ്റീരിയ ഉണ്ട്. നമ്മൾ നേരത്തെ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്താണ് മേജർ ക്രൈറ്റീരിയ, മൈനർ ക്രൈറ്റീരിയ. അതുകൊണ്ട് ഞാൻ ഇപ്പൊ പറയുന്നില്ല. ബെൽ ക്രൈറ്റീരിയ നെക്രോട്ടൈസിങ് എൻട്രോക്ലൈറ്റിസ്. ബെൽ ക്രൈറ്റീരിയ നെക്രോട്ടൈസിങ് എൻട്രോക്ലൈറ്റിസ് ആണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. Necrotizing enterocolitis ranged from 1 to 9 and included 1 point for the presence of abdominal discoloration. അതായത് നെക്രോട്ടിസിക് എൻട്രോക്ലൈറ്റിസ് ബെൽ ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ
1 മുതൽ 9 പോയിന്റ്സ് ആയിട്ടാണ് അത് റേഞ്ച് ചെയ്യുന്നത്. അതായത് പ്രസൻസ് ഓഫ് അബ്ഡോമിനൽ ഡിസ്കളറേഷൻ, ടെൻഡർനെസ്, ഇൻക്രീസ്ഡ് ബിലിയറി ആസ്പിരേഷൻസ് ആൻഡ് അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ ഓർ ഓഫ് pneumoperitoneum, that is presence of air or gas in the abdominal or peritoneal cavity, that is pneumoperitoneum. അപ്പൊ ഇത്രയും കണ്ടീഷൻസ് ഈ ഒരു ബെൽ ക്രൈറ്റീരിയയിൽ നെക്രോട്ടൈസിങ് എൻട്രോകൊളൈറ്റിസിൽ വരുന്നുണ്ട്. അതൊക്കെയാണ് ആ ഒരു നെക്രോട്ടൈസിങ് എൻട്രോകൊളൈറ്റിസിൽ വരുന്നത്. അബ്ഡോമിനൽ ഡിസ്കളറേഷൻ, ടെൻഡർനെസ്, ബിലിയസ് ആസ്പിരേഷൻ, നോൺ ബിലിയസ് അല്ല ബിലിയസ് ആസ്പിരേഷൻ ആണ് നെക്രോട്ടൈസിങ് എൻട്രോകൊളൈറ്റിസിൽ വരുന്നത്. അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ, pneumoperitoneum, that is presence of air or gas in the abdominal cavity. And Arbor classification is used most often for Hodgkin's or non-Hodgkin's lymphoma. And Arbor classification use ചെയ്യുന്നത് Hodgkin's lymphoma type of blood cancer ആണ്, അല്ലെങ്കിൽ non-Hodgkin's lymphoma വരുന്നത്. Next question, the CNS prophylaxis as specific therapy for acute lymphoblastic leukemia in children is intrathecal administration of options vincristine, prednisolone, cyclophosphamide, methotrexate. CNS prophylaxis നമ്മൾ ട്രീറ്റ്മെന്റ് ആയിട്ട് അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയയിൽ ഇൻട്രാതെക്കൽ അഡ്മിനിസ്ട്രേഷൻ കൊടുക്കാറുള്ള ഡ്രഗ് ഏതാണ്? മെത്തോട്രക്സേറ്റ് ആണ്. മെത്തോട്രക്സേറ്റ് നമ്മളൊരു കീമോതെറാപ്പി ഡ്രഗ് ആണ്. ആൻസർ methotrexate. Methotrexate is a chemotherapy agent and immune system suppressant. ALL, acute lymphocytic leukemia, is the most common leukemia in children. Most common leukemia in children എന്ന് ചോദിച്ചാൽ acute lymphocytic ആണ്, ALL ആണ്. Acute lymphoblastic leukemia second most common in children. Second, രണ്ടാമത് most common acute lymphoblastic ആണ്. Acute myeloid leukemia, AML, is the most common type of acute leukemia in adults. Adultsലുള്ള most common type of leukemia എന്ന് വെച്ചാൽ acute myeloid ആണ്. അതാണ് വ്യത്യാസം. Intrathecal administration is a route of administration for drugs via an injection into the spinal canal or into the subarachnoid space. Spinal canalലൂടെ ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. മെത്തോട്രക്സേറ്റ് അങ്ങനെ കൊടുക്കുന്നുണ്ട്. So that it reaches the cerebrospinal fluid, CSF, and useful in spinal anesthesia chemotherapy. അപ്പൊ CNS prophylaxis എന്നാണ് പറയുന്നത്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ്. CNS prophylaxis, that means treatment given to the central nervous system. High dose of chemotherapy injected into vein to kill cancer cells in the central nervous system. Acute myeloid leukemia used vincristine. അതായത് ഈ ഒരു CNS prophylaxisലൂടെ ഈ ഒരു മെത്തോട്രക്സേറ്റ് ഡ്രഗ്സ് കൊടുക്കുന്ന ക്യാൻസർ സെൽസിനെ കൊല്ലാൻ വേണ്ടിയാണ്. അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയയിൽ നമ്മൾ വിൻക്രിസ്റ്റിൻ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വിൻക്രിസ്റ്റിൻ ആണ്. Next question, according to Erikson, psychosocial development stage for preschoolers is termed as options autonomy versus shame and doubt, initiative versus guilt, industry versus inferiority, trust versus mistrust. എറിക്സൺ പറയുന്ന അനുസരിച്ച് സൈക്കോസോഷ്യൽ ഡെവലപ്മെന്റ് സ്റ്റേജിൽ എറിക്സൺ പറയുന്നത് പ്രീ സ്കൂളേഴ്സിന് ഏതാണ്? ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ് ആണ് കറക്റ്റ് ആൻസർ. പ്രീ സ്കൂളേഴ്സിന് ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ് ആണ്. നമ്മൾ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞാണ് ഇൻഫൻസ് എന്ന് പറയുമ്പോൾ ബർത്ത് മുതൽ 18 months ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. ഇയർലി ചൈൽഡ്ഹുഡ് 2 to 3 years, അതായത് ടോഡ്ലർ പീരീഡ് എന്ന് പറയാം. ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്. പ്രീ സ്കൂള് ക്വസ്റ്റ്യൻ ചോദിച്ചു 3 to 5 years. ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്. സ്കൂൾ ഏജ് 6 to 11 years. ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. അഡോൾസൻസ് 12 to 18 years. ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. യങ് അഡൽട്ട്ഹുഡ് 90 to 40 years. ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ. മിഡിൽ അഡൽട്ട്ഹുഡ് 40 to 65 years. General activity versus stagnation. Maturity 65 to death. Ego integrity versus despair. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്നും കൂടെ പോസ് ചെയ്ത് വായിക്കുക. നമ്മുടെ മെറ്റീരിയൽസ് കിട്ടുന്നവർ ഇത് കറക്റ്റ് ആയിട്ട് ഓർഡറിൽ വായിച്ചു പോവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ക്ലാസിക്കൽ ഫീച്ചർ ഇൻ ഡെവലപ്മെന്റ് അസസ്മെന്റ് സജസ്റ്റീവ് ഓഫ് സെറിബ്രൽ പാൾസി ഈസ് ഓപ്ഷൻസ് പെർസിസ്റ്റന്റ് ഓഫ് ടോണിക് നെക്ക് പോസ്റ്റർ, പുവർ സക്കിംഗ് റിഫ്ലക്സ്, poor moron reflex, incoordinated solar reflex. സെർബൽ പാൾസിയുടെ ക്ലാസിക്കൽ ഫീച്ചർ ഏതാണെന്ന് ചോദിക്കുന്നത്. കറക്റ്റ് ആൻസർ പെർസിസ്റ്റന്റ് ഓഫ് ടോണിക് നെക്ക് പോസ്റ്റർ. ടോണിക് നെക്ക് പോസ്റ്റർ ആ ഒരു എന്താണെന്ന് അറിഞ്ഞിരിക്കണം. പെർസിസ്റ്റന്റ് ഓഫ് ടോണിക് നെക്ക് പോസ്റ്റർ ജസ്റ്റ് ഞാനൊന്ന് പറയാം. അതായത് കുഞ്ഞുങ്ങൾ കിടക്കുമ്പോൾ
തല ഒരു ഭാഗത്തേക്ക് തിരിച്ചു കിടക്കും, കൈ വേറൊരു ഭാഗത്തേക്ക് തിരിച്ചു കിടക്കും. അത് പെർസിസ്റ്റന്റ് ആയിട്ട് വരികയാണെങ്കിൽ, അങ്ങനെയുള്ള ഒരു കുഞ്ഞുങ്ങൾ കിടക്കുന്നത് കണ്ടിട്ടുണ്ടാവും, അത് പെർസിസ്റ്റന്റ് ആയിട്ട് വരികയാണെങ്കിൽ ദാറ്റ് മേ ബി ഇൻഡിക്കേഷൻ ഓഫ് സെറിബ്രൽ പാൾസി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ ടോണിക് നെക്ക് റിഫ്ലക്സ് ഈസ് ഓഫൺ കോൾഡ് ഫെൻസിംഗ് റിഫ്ലക്സ്. ഫെൻസിംഗ് റിഫ്ലക്സ് തന്നെയാണ് കേട്ടോ ടോണിക് നെക്ക് റിഫ്ലക്സിന്റെ അതർ നെയിം, ഫെൻസിംഗ് റിഫ്ലക്സ്. വെൻ യുവർ ബേബി ഈസ് ലൈങ് ഡൗൺ ആൻഡ് ദിയർ ഹെഡ് ഈസ് ടേൺ ടു ദ റൈറ്റ് സൈഡ്, ഹെഡ് റൈറ്റ് സൈഡിലേക്കാണ് or left, ഏതെങ്കിലും സൈഡിലേക്കായിരിക്കും. The corresponding arms extends while the other arm bends next to their head. അതായത് ആ ഒരു സ്ഥലത്തുള്ള കൈ എക്സ്റ്റെൻഡ് ആവും. ആ പിക്ചറിൽ കാണുന്ന പോലെ അതർ ആം ബെൻസ് നെക്സ്റ്റ് ടു ദെയർ ഹെഡ്. അപ്പൊ ആ ഒരു പൊസിഷൻ, അതാണ് ടോണിക് നെക്ക് റിഫ്ലക്സ്. ഇറ്റ് ഡിസപ്പിയേഴ്സ് 5 to 7 months, 5 മുതൽ 7 മാസത്തിൽ അത് ഡിസപ്പിയർ ആകേണ്ടതാണ്. Moro reflex or startle reaction is characterized by reflex extension and abduction of arms, opening of the hands and crying. പെട്ടെന്ന് ഇങ്ങനെ startle reaction എന്ന് പറയും. കുഞ്ഞ് സഡൻ ലോസ് ഓഫ് സപ്പോർട്ട്, കുഞ്ഞ് പെട്ടെന്ന് കൈ ഇങ്ങനെ വെട്ടിത്തിരിച്ച് പോകുന്നതാണ് മോറോ റിഫ്ലക്സ്. Next question. The maintenance therapy in fluid management for a hospitalized child weighing 15 kg is option 1500 ml, 1250 ml, 1100 ml, 1000 ml. സോ 15 കിലോ ഉള്ള കുഞ്ഞിന്റെ മെയിൻ്റെനൻസ് ഫ്ലൂയിഡ് തെറാപ്പി 1250 ml ആണ്. നമ്മൾ അതിനൊരു ഫോർമുലയുടെ നമ്മൾ ജസ്റ്റ് പഠിച്ചിരിക്കണം. 1250 ml ആണ്. ഇൻഫൻസിന് 3.5 മുതൽ 10 കിലോ ആണെങ്കിൽ 100 ml പെർ കിലോഗ്രാം. അതായത് 10 കിലോ ഉള്ള കുഞ്ഞിനാണെങ്കിൽ 10 × 100 1000. For children 11 to 20 kg, the fluid requirements 1000 ml plus 50 ml per kilogram for every kilogram over 10. അതായത് 15 കിലോ ഉള്ള കുഞ്ഞിന്റെ കാര്യം ചോദിച്ചത്. അപ്പം 10 കിലോ വരെ 1000 ആണെങ്കിൽ പ്ലസ് 50 നമ്മൾ കൂട്ടി കഴിയുമ്പോൾ 15 കിലോ ഉള്ള കുഞ്ഞിന് 1250 ml വരും. For children more than 20 kg, the daily fluid requirement is 1500 ml plus 20 ml per kilogram. അതായത് 20 കിലോയിൽ കൂടുതലാണെങ്കിൽ എന്താണ് 1500 ml ആണ് 20 കിലോ. അത് കഴിഞ്ഞിട്ട് ഉള്ള കിലോയ്ക്കെല്ലാം 20 ml per kilogram നമ്മൾ കൂട്ടണം. ഫോർ എവരി കിലോഗ്രാം ഓവർ 20 അപ് ടു എ മാക്സിമം ഓഫ് 2400 ml ഡെയിലി. സോ അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ കംപ്രഷൻ വെന്റിലേഷൻ റേഷ്യോ ഇൻ ന്യൂ ബോൺ റെസിസിറ്റേഷൻ? ഓപ്ഷൻസ് 15:1, 30:2, 3:1, 1:3. കംപ്രഷൻ വെന്റിലേഷൻ, അതായത് ആദ്യം കംപ്രഷൻ ആണ്. കംപ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ പുഷ് ചെയ്യുന്നത്, വെന്റിലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എയർ ഓക്സിജൻ കൊടുക്കുന്നത്. അപ്പൊ കംപ്രഷൻ വെന്റിലേഷൻ റേഷ്യോ 3:1 ആണ്. 3:1 ആണ് നിയോനേറ്റിന്റെ കേസിൽ. 3:1. പ്രൊവൈഡ് ചെസ്റ്റ് കംപ്രഷൻ ഇഫ് ദ ഹാർട്ട് റേറ്റ് ഈസ് ആബ്സെന്റ് ഓർ റിമെയിൻ ലെസ് ദാൻ 60. ഹാർട്ട് റേറ്റ് ആബ്സെന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ലെസ് ദാൻ 60 ആണെങ്കിൽ നമുക്ക് കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യാം. There should be a 3:1 ratio of compression to ventilation. Heart rate normal infantന് 100 to 160 ആണ്. Respiration 0 to 6 months ആവുമ്പോൾ 30 to 60 breaths per minute ആണ്. 6 to 12 months ആവുമ്പോൾ 24 to 30 beats per minute ആണ്. ഹാർട്ട് റേറ്റ് നോർമൽ ഇൻഫന്റിന് 100 to 160 ആണ്. റെസ്പിറേഷൻ 0 to 6 months ഇൻഫന്റ്സിന് 30 to 60 breaths per minute ആണ്. 6 to 12 months ഇൻഫന്റിന് 24 to 30 beats per minute ആണ്. 90 compressions and 30 breaths to achieve approximately 120 events per minute. ഒരു മിനിറ്റിൽ 120 ഇവന്റ്, അതായത് 90 കംപ്രഷനും 30 ബ്രീത്തും നമ്മൾ പെട്ടെന്ന് കൊടുക്കുമ്പോൾ ഒരു മിനിറ്റിൽ 120 ഇവന്റ് വരും. അഡ്മിനിസ്റ്റർ എപ്പിനെഫ്രിൻ ഇഫ് ദ ഹാർട്ട് റേറ്റ് റിമെയിൻസ് ലെസ് ദാൻ 60. എപ്പിനെഫ്രിൻ എന്ന് പറയുന്ന ലൈഫ് സേവിംഗ് ഡ്രഗ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു റെസിസിറ്റേഷൻ സമയത്ത് കൊടുക്കാറുണ്ട്. ലെസ് ദാൻ 60 ആണെങ്കിൽ നമുക്ക് എപ്പിനെഫ്രിൻ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ പൾസ് റേറ്റ് ആബ്സെന്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കണം. ഡിസ്പൈറ്റ് 30 seconds ഓഫ് എഫക്റ്റീവ് അസിസ്റ്റഡ് വെന്റിലേഷൻ ആൻഡ് സർക്കുലേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The last neonatal reflex to emerge is options rooting reflex, grasp reflex, Babinski reflex, Moro reflex. ഏറ്റവും അവസാനം ഒഴിഞ്ഞു പോകുന്ന ഇല്ലാതാകുന്ന റിഫ്ലക്സ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ റൂട്ടിംഗ് റിഫ്ലക്സ് ആണ്. ഏറ്റവും അവസാനം ഒരു നിയോനറ്റിൽ നിന്ന് വിട്ടുപോകുന്ന റിഫ്ലക്സ് നിയോനറ്റൽ റിഫ്ലക്സ് ആണ്. ക്വസ്റ്റ്യൻ ചോദിക്കാം.
അപ്പോൾ അതിന്റെ ആൻസർ ഇവിടെ റൂട്ടിംഗ് റിഫ്ലക്സ് ആണ്. അപ്പൊ റിഫ്ലക്സ് അതുപോലെ എമർജസ് അറ്റ് ജസ്റ്റേഷൻ ഏജ് പറയുന്നുണ്ട്. പാമാർ ഗ്രാസ്പ് യൂസിങ് ദ ഫിംഗേഴ്സ് ടു റാപ്പ്, കുഞ്ഞുങ്ങളെ കയ്യിൽ എന്തെങ്കിലും ഇങ്ങനെ പിടിക്കാൻ കൊടുത്താൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് കാണുമല്ലോ, അതാണ് പാമാർ ഗ്രാസ്പ്. ഇത്രയും റിഫ്ലക്സ് അറിഞ്ഞാൽ തന്നെ നമുക്ക് ആ ക്വസ്റ്റ്യനിക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് എഴുതാൻ കഴിയും, അതിനെ ഒഴിവാക്കി വിടാനൊക്കെ കഴിയും. അപ്പൊ ലാസ്റ്റ് നിമിഷത്തിൽ നമ്മൾ വായിക്കേണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങളാണ്. പാമാർ ഗ്രാസ്പ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഒരു കൈ വെച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞ് കൈ ഇങ്ങനെ പിടിക്കും. യൂസ് ഫിംഗേഴ്സ് ടു റാപ്പ്. 11 വീക്സിൽ അത് എമർജസ്, മീൻസ് അത് ഒഴിഞ്ഞു പോകും, അത് ഇല്ലാതാവും. ബാബിൻസ്കി റിഫ്ലക്സ് നമ്മളെ സോൾ ഓഫ് ദ ഫൂട്ടിൽ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ റിഫ്ലക്സ് അത്ര ഓർത്താൽ മതി. ജസ്റ്റ് സോൾ ഓഫ് ദ ഫൂട്ടിൽ 18 വീക്സിൽ അത് എമർജസ് ആവും, അത് ഒഴിഞ്ഞു പോകും, ഇല്ലാതാവും. മോറോ റിഫ്ലക്സ് സ്റ്റാർട്ടിൽ റിയാക്ഷൻ എക്സ്റ്റൻസ് ഹാൻഡ്സ്, പെട്ടെന്ന് വിട്ട് ഒരു സഡൻ ലോസ് ഓഫ് സപ്പോർട്ട് വരുന്നത്, അത് 8 to 9 വീക്സിൽ എമർജസ് ആകും. അപ്പൊ റൂട്ടിംഗ് റിഫ്ലക്സ് ആണ് നമ്മുടെ കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വായി ഇങ്ങനെ അടുത്തോട്ട് കൊണ്ടുപോയിട്ട് നമ്മൾ അത് ചെയ്യുന്നത് റൂട്ടിംഗ് റിഫ്ലക്സ്. മോഷൻ വിത്ത് ദ മൗത്ത്, അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇങ്ങനെ വായിക്കുമ്പോൾ മനസ്സിലാകാൻ വേണ്ടി എങ്ങനെ എഴുതിയിരിക്കുന്നത്. 28-30 ആഴ്ചകളിലാണ് അത് എമർജസ് ആകുന്നത്, ഒഴിഞ്ഞു പോകും, വിട്ടുപോകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രിമച്വർ ക്ലോഷർ ഓഫ് ദ സജൈറ്റൽ സൂച്ചർ ഈസ് കോൾഡ്. ഓപ്ഷൻസ്: സ്കാഫോസെഫലി, ഓക്സിസെഫലി, അക്രോസെഫലി, അനൻകെഫലി. The premature closure of the sagittal suture is called. Correct answer scaphocephaly ആണ്. Scaphocephaly അതായത് പെട്ടെന്ന് ക്ലോസ് ആകും. പ്രിമച്വർ എന്ന് പറയുമ്പോൾ ഇയർലി ക്ലോഷർ ആണ്. ആ ക്ലോസർ ആകുന്ന സമയത്തിൽ പെട്ടെന്ന് ക്ലോസ് ആകുമ്പോഴാണ് സ്കാഫോസെഫലി ഉണ്ടാകുന്നത്. അത് സ്കാഫോസെഫലി ആണ്. ഓക്സിസെഫലി എന്ന് പറയുമ്പോൾ പ്രിമച്വർ ക്ലോഷർ ഓഫ് ദ കൊറോണൽ സ്യൂച്ചർ. അക്രോസെഫലി എന്ന് പറയുമ്പോൾ പ്രിമച്വർ ക്ലോഷർ ഓഫ് ലാംഡോയിഡ് ആൻഡ് കൊറോണൽ സ്യൂച്ചർ. പ്ലാഗോസെഫലി എന്ന് പറയുമ്പോൾ ഫ്ലാറ്റനിങ് ഓഫ് വൺ സൈഡ് ഓഫ് സ്കൾ, ഫ്ലാറ്റ് ആയി പോകുന്നതാണ് പ്ലാഗോസെഫലി. അനൻകെഫലി എന്ന് പറയുമ്പോൾ ആബ്സെൻസ് ഓഫ് മേജർ പോർഷൻ ഓഫ് ദ സ്കൾ, അതായത് ആബ്സെൻസ് ഓഫ് ബ്രെയിൻ എന്ന് പറയും അനൻകെഫലി. ഓക്സിസെഫലി പ്രിമച്വർ ക്ലോഷർ ഓഫ് കൊറോണൽ സ്യൂച്ചർ. അക്രോസെഫലി പ്രിമച്വർ ക്ലോഷർ ഓഫ് ലാംഡോയിഡ് സ്യൂച്ചർ. പ്ലാഗോസെഫലി ഫ്ലാറ്റനിങ് ഓഫ് വൺ സൈഡ് ഓഫ് സ്കൾ. അനൻകെഫലി ആബ്സെൻസ് ഓഫ് മേജർ പോർഷൻ ഓഫ് ദ സ്കൾ. അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു ന്യൂബോണിന്റെ സ്കള്. ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ഒന്നുകൂടെ പറയാം. ആന്റീരിയർ ഫോണ്ടനല്ല നമുക്കറിയാം, ഈ ഫ്രണ്ടിൽ കാണുന്ന ഡയമണ്ട് ഷേപ്പ്ഡ് ആണ്. കൊറോണൽ സൂച്ചറിന്റെയും സജൈറ്റൽ സൂച്ചറിന്റെയും ഇടയിലായിട്ട് കാണുന്നു. അങ്ങനെയും ചോദിക്കാം, കൊറോണൽ സൂച്ചറിന്റെയും സജൈറ്റൽ സൂച്ചറിന്റെയും ഇടയിലായിട്ട് കാണുന്ന ഡയമണ്ട് ഷേപ്പുള്ള ഫോണ്ടനല്ല ഏതാന്ന് ചോദിക്കാം. ആന്റീരിയർ ഫോണ്ടനല്ല. അതർ നെയിം ബ്രക്മയാണ്. ബ്രക്മ എന്നറിയപ്പെടുന്നു. 18 മാസത്തിലാണ് ഇത് ക്ലോസ് ആകുന്നത്. 18 മാസത്തിലാണ് അല്ലെങ്കിൽ 1.5 വയസ്സിലാണ് ക്ലോസ് ആകുന്നത്. ഈ പോസ്റ്റീരിയർ പാർട്ടിലുള്ള പോസ്റ്റീരിയർ ഫോണ്ടനല്ല എന്താണ്? ലാംഡയാണ്. പോസ്റ്റീരിയർ ഫോണ്ടനല്ല ലാംഡയാണ്. 1.5 മാസത്തിലാണ് ഇത് ക്ലോസ് ആകുന്നത്. ട്രയാങ്കുലർ ഷേപ്പാണ്. ലാംഡോയിഡ് സൂച്ചറിന്റെയും ഓക്സിപിറ്റൽ ബോണിന്റെയും ഇടയിലായിട്ട് കാണുന്നു, അല്ലെങ്കിൽ ലാംഡോയിഡ് സൂച്ചറിന്റെയും സജൈറ്റൽ സൂച്ചറിന്റെയും ഇടയിലായിട്ട് കാണുന്നു. ഇപ്പൊ ലാംഡോയിഡ് സൂച്ചർ പുറകിലാണെന്ന് മനസ്സിലാക്കുക. കൊറോണൽ സൂച്ചർ ഫ്രണ്ടിലായിട്ടാണ്. പറൈറ്റൽ സൂച്ചർ ആണ് സെൻട്രലുള്ളത്. സജൈറ്റൽ സൂച്ചർ സെൻട്രലിലൂടെ പോകുന്നു. പറൈറ്റൽ ബോൺ ആണ് സെൻട്രലുള്ളത്. ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഈ പടം ഒന്നും മനസ്സിലാക്കി ലാസ്റ്റ് നിമിഷം ഇതൊക്കെയായിരിക്കും നിങ്ങളുടെ ഓർമ്മ വരുന്നത്. ഇനി ജസ്റ്റ് ലാസ്റ്റ് നമ്മുടെ വീഡിയോയിൽ പറയാൻ മറന്നുപോയ ഒരു കാര്യമുണ്ട്. റോസ് പൊസിഷൻ, ദാറ്റ് ഈസ് എ ഫുള്ളി എക്സ്റ്റെൻഡഡ് പൊസിഷൻ. റോസ് പൊസിഷൻ നമ്മൾ ട്രക്കിയോസ്റ്റമി ചെയ്യുമ്പോൾ കടത്തുന്ന പൊസിഷനാണ്. ഫുള്ളി എക്സ്റ്റെൻഡഡ് പൊസിഷൻ supine in table to prevent aspiration of blood during surgery on the mouth and lips. Mouth lips surgery കൊടുക്കുന്ന പൊസിഷനാണ് റോസ് പൊസിഷൻ. ട്രക്കിയോസ്റ്റമി ചെയ്യുമ്പോൾ in between 2 and 3 ring incision, 2-നും 3-നും ഇടയ്ക്കുള്ള ഇൻസിഷൻ വരുന്നു. ടോൺസിലെക്ടമി, അഡിനോയിഡക്ടമി ഓർ uvulopalato-pharyngoplasty. Uvulopalato-pharyngoplasty, that is procedure to remove excess tissue from the throat. Excess tissue throat നിന്ന് റിമൂവ് ചെയ്യാണ് to become airway wider. സോ നമ്മുടെ വീഡിയോ ഇന്നുകൊണ്ട് ഇവിടെ കഴിഞ്ഞു. നമ്മുടെ പീഡിയാട്രിക്സിന്റെ വീഡിയോ കഴിഞ്ഞു. മെറ്റീരിയൽസ് വേണമെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യുക. തീർച്ചയായിട്ടും ഈ മെറ്റീരിയൽസ് നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെയധികം ഉപകാരപ്പെടും. കാരണം നമ്മളൊരു 1000-ലധികം പോയിന്റ്സ് എന്തായാലും ഡിസ്കസ് ചെയ്യും. മോർ ദാൻ 1000 പോയിന്റ്സ്. നമുക്ക് അതിൽ നിന്ന് എന്തായാലും കുറെ മാർക്കിനുള്ള പോർഷൻ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ധൈര്യമായിട്ട് ഈ ഒരു മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ, കാരണം നിങ്ങൾക്ക് ഒരു നഷ്ടമാകത്തില്ല. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.